بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹ ആദരവ് നിറഞ്ഞ മൈമൻ അക്കാദമിയുടെ മാനേജറായ സിദ്ദീഖ് മദനി ഉസ്താദ് അവറുകൾ ബഹുമാനത്തായ ഈ ഗൂഗിൾ മീറ്റിൽ സംബന്ധിച്ച 9ാമത് ആരംഭിക്കുന്ന നഫീസത്തുൽ മിസ്രിയ പഠന ക്ലാസ്സിലുള്ള പഠിതാക്കളായ സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ അവന്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. ഈ വൈകിയ സമയം നീണ്ട ഒരു ഉപദേശത്തിന് മുതിരുന്നില്ല. ഉസ്താദവറുകൾ നേരത്തെ നിർത്തിയതുപോലെ കൃത്യം 5:35 ആകുമ്പോഴേക്ക് ഉദ്ഘാടനം ചെയ്തു ദുആ ചെയ്തു തരണം. മദ്രസക്ക് ഉള്ളത് കൊണ്ട് 6 മണിയോടെ 5:15 കൂടെ നമ്മുടെ പരിപാടി അവസാനിക്കേണ്ടതുമുണ്ട്. സഹോദരിമാരൊക്കെ മഗ്‌രിബോടടുത്ത സമയമായതുകൊണ്ട് പലരും തിരക്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പഠിക്കണം എന്നുള്ള നല്ല ആവേശത്തോടു കൂടെ ഈ ഗ്രൂപ്പിൽ ജോയിനായ പല നാടുകളിലുള്ള സഹോദരിമാർ, പരസ്പരം പരിചയം പോലും ഇല്ലാത്ത പലരും ഇവിടെ ഒരുമിച്ച് കൂടി മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ അറിയണം, അവിടത്തെ പാടണം, ആ മാല പാരായണം, അതിന്റെ ക്രമം പോലെ പഠിക്കുകയും പാടുകയും ചെയ്യണം, ചരിത്രങ്ങൾ അറിയണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇതിൽ ജോയിനായ പഠിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച മുഴുവൻ സഹോദരിമാർക്കും അല്ലാഹു തആല വലിയ നിലക്കുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഉസ്താദ് അവറുകൾ സാന്ദർഭികമായി പല വിഷയങ്ങളും നിങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. നഫീസ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 8 ബാച്ചുകളാണ് ഇവിടെ മഹദിയെ കുറിച്ച് പഠിച്ച നൂറുകണക്കിന് സഹോദരിമാർ മഹദിയെ കുറിച്ച് പഠിക്കുകയും അറിയുകയും അവിടത്തെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ട് ആ മഹദിയുടെ പേരിൽ യാസീൻ ഓതി നേർച്ചകൾ ചെയ്തപ്പോൾ ഒരുപാട് വലിയ നേട്ടങ്ങളും ഫലങ്ങളും ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ പങ്കുവെച്ചത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ഉസ്താദ് അവറുകൾ ഉണർത്തി മഹദിയുടെ ആണ്ട് വിപുലമായ രീതിയിൽ എല്ലാ വർഷവും മംഗലാപുരത്ത് ടൗൺ ഹാളിൽ വെച്ച് കൊണ്ടാടുമ്പോൾ അൽഹംദുലില്ലാഹ് അതിനു വേണ്ടി സഹകരിക്കുകയും ഒത്താശയങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നഫീസ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അറിയുകയും അവിടുത്തെ മനസ്സിലാക്കുകയും ചെയ്ത സഹോദരിമാരും അവരുടെ കുടുംബങ്ങളുമൊക്കെയാണ്. മക്കളുള്ളവർ ഇതിലുണ്ടാകും, ചിലപ്പോൾ കല്യാണം കഴിയാത്ത സഹോദരിമാർ ഉണ്ടാകും. പ്രായഭേദമന്യേ എല്ലാവർക്കും പഠിക്കാവുന്ന വിഷയങ്ങളാണ്. ഇന്നിപ്പോ ആധുനിക സംവിധാനങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിക്കാനും കർമ്മശാസ്ത്രപരമായി മസ്അലകൾ പഠിക്കാനും ഹദീസ് പഠിക്കാനും ഖുർആൻ അതിന്റെ വ്യാഖ്യാനം തഫ്സീർ പഠിക്കാനും ഒക്കെ നമ്മുടെ മൈമൻ അക്കാദമിയിലൂടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പരമാവധി പലരും ഉപയോഗപ്പെടുത്തുകയും നിങ്ങളും അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരെ, ഈ നശ്വരമായ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര പോകേണ്ടവരാണ്. ഇവിടെ നമ്മൾ ശാശ്വതമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏത് സമയവും ഏത് നിമിഷവും നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയണം. അത് ചിലപ്പോൾ രോഗികളായി കിടന്നുകൊണ്ട് മരിക്കണം എന്നൊന്നും ഇല്ല. എത്രയെത്രയോ ആരോഗ്യമുള്ള മനുഷ്യന്മാർ എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ്. ഒരു പ്രശ്നവും ഇല്ല, ഒരു രോഗവും ഇല്ല, ഒരു കാരണവും ഇല്ലാതെ അവർ മരിച്ചു പോവുകയാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയമാണ് നമ്മുടെ സഹോദരിമാർ. അനാവശ്യ വിഷയങ്ങളിൽ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി, ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി
പലരും തുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കയറ് കഷ്ണത്തിലോ അല്ലെങ്കിൽ എലിവിഷത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ആയിക്കൊണ്ട് ആരോഗ്യമുള്ള ആളുകൾ വരെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഇടയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ പല നിലക്കും നമ്മുടെ കുടുംബ സാഹചര്യം മലീമസമായത് കൊണ്ട് എത്രയോ ദാരുണമായ മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. ആഖിബത്ത് എന്നുള്ളത് വലിയ സംഗതിയാണ്. അത് എവിടെയെങ്കിലും നമ്മുടെ ആയുസ് അവസാനിപ്പിക്കാനുള്ളത് അല്ല. നമ്മൾ സ്വയമായി നമ്മുടെ ജീവൻ എടുക്കുന്നത് ഖത്ലുൻ നഫ്സ്, അത് വൻ ദോഷങ്ങളിൽ പെട്ടതാണ്. സബൂൽ മോപിക്കാത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. എങ്ങനെയാണ്? ഏത് പ്രതിസന്ധിയും എന്ത് പ്രയാസങ്ങളും നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും, രോഗങ്ങൾ വന്ന് മൂർജിച്ച് ക്യാൻസർ പിടിച്ച് മൂർജിച്ച രോഗികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വേദന കൊണ്ട് പിടഞ്ഞ് സഹിക്കാൻ കഴിയാതെ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നവർ, ഈ രോഗം കാരണം ജീവിതവുമില്ല മരണവുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ, ബ്രെയിൻ ട്യൂമർ വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ മതിലിലേക്ക് തലയിടിച്ചിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ സഹികെട്ട് തലയടിക്കുന്നവർ, ഇങ്ങനെ എത്രയോ രോഗികളെ നമുക്ക് ഇവിടെ പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വലിയ കാരുണ്യവാനാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത്. ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന നല്ല വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. കുറിച്ച് നല്ല നിങ്ങൾ പഠിക്കണം. നിങ്ങളൊരു നല്ല സ്വാലിഹത്തായ പെണ്ണായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുനിയാവിന്റെ ചരക്കുകളിൽ ഏറ്റവും ഉത്തമമായത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ ആ വിഭാഗത്തിൽപ്പെടാൻ, സഹോദരിമാരെ ആ വിഭാഗത്തിൽപ്പെടാൻ കുറെ അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മൾ തിരക്കുകൾ ധൃതികളിൽ നിന്ന് മാറി നിൽക്കണം. നിസ്കാര സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ ധൃതി കാട്ടി പെട്ടെന്ന് നിസ്കരിച്ച് എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേകിച്ചിട്ടും നമുക്ക് ഭയഭക്തി ഉണ്ടാവാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ആ റബ്ബിനോട് നല്ല നിലക്ക് ദുആ ചെയ്യണം. എല്ലാത്തിനും തൗഫീഖ് കിട്ടാൻ, നിസ്കരിക്കാനും അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യാനും സത്കർമ്മങ്ങൾ ചെയ്യാനും എന്തു നേരെ പറയണം. ഈ മഹത്തായിരിക്കുന്ന ഇതുപോലുള്ള ക്ലാസുകൾ ഹൃദിസ്ഥമാക്കാൻ, പഠിക്കാൻ അതിന്റെ വലിയ തൗഫീക്ക് കിട്ടണം. ആ തൗഫീക്ക് തരുന്നവൻ അല്ലാഹുവാണ്. ആ ഒരു ഉറച്ച വിശ്വാസത്തിലൂടെ ആയിരിക്കണം നാം പെരുമാറേണ്ടതും അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടതും. ആദ്യമായിട്ട് നമ്മൾ അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്ത റബ്ബിനോട് ദുആ ചെയ്ത് കാര്യം ഉറപ്പിച്ചതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ കൈവഴിക്കുകയില്ല. നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചിട്ടും സഹോദരിമാരെ വഴി പിഴപ്പിക്കാൻ വേണ്ടി പിശാചിങ്ങനെ കാത്തു നിന്നുകൊണ്ട് നിൽക്കുന്നു. അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഏത് തരത്തിലെല്ലാം ഇവരെ നമുക്ക് പിഴപ്പിക്കാൻ കഴിയും, ഇവരെ നശിപ്പിക്കാൻ കഴിയും എന്ന് ശൈത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ ശൈത്താനിൽ നിന്ന് കാവലിനെ തേടണം. ആ ശൈത്താനിൽ നിന്ന് നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് കാവലിനെ തേടണം. കാരണം ആ പിശാച് നമ്മുടെ ശത്രുവാണ്, അവൻ നമ്മുടെ വലിയ ശത്രുവാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാത്തതിന്റെ പേരിലാണ് ആ പിശാച് ശപിക്കപ്പെട്ടവനായത്. അതുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. അതിനാൽ എങ്ങനെയെങ്കിലും ആ നിസ്കരിക്കുന്നവരുടെ ശ്രദ്ധ ഒന്ന് മാറ്റാൻ, അതൊന്ന് തിരിച്ചുവിടാൻ ആ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുപോലെ പാപങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അധികരിച്ചു പോയി നിസ്കരിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. ഗീബത്ത്, നമീമത്ത്, ഫിത്നകൾ അധികരിച്ചു പോയി. കുടുംബത്തിൽ പരസ്പരം കലഹങ്ങൾ അധികരിച്ചു പോയി.
പരസ്പരം കുടുംബബന്ധം മുറിക്കുന്ന സ്വഭാവങ്ങളാണ്. ജ്യേഷ്ഠത്തിക്ക് അനുജത്തിനെ കണ്ടുകൂടാ, ആങ്ങൾക്ക് പങ്ങളെ കണ്ടുകൂടാ, മാതാപിതാക്കളെ പരസ്പരം തെറ്റിപ്പിക്കുകയാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരയൽവാസിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോലും സൗകര്യമുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കാതെ, നടക്കാൻ പ്രയാസപ്പെടുന്ന വിധത്തിൽ മതിൽ കെട്ടി ബുദ്ധിമുട്ടിക്കുന്ന രംഗങ്ങളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ വിശാലമാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ആ വിശാലമായ ഒരു ഹൃദയം നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ കബറിടുങ്ങിപ്പോകും. ഒരാൾക്കും ഒരു വഴി തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരു വഴി തടസ്സം ഉണ്ടാക്കിയാൽ അവന്റെ ഖബർ അവനിക്ക് വലിയ നിലക്ക് എതിരായിട്ട് അവനെ വലിയ നിലക്ക് ഇടുക്കിക്കളയും എന്നതിൽ തർക്കമില്ല. അതൊക്കെ വളരെ സൂക്ഷിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പഠിച്ച്, ആ മഹദിയെ കുറിച്ച് പഠിച്ച് എല്ലാ സമയവും നിസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും അതാ സ്വന്തം കൈകൊണ്ട് കബർ കുഴിച്ചു, ആ കബറിൽ നിസ്കരിച്ചു, ആ കബറിൽ ഖുർആനോദി 190 ഖതം പൂർത്തിയാക്കി. അവസാനം മരിക്കുന്ന സമയത്ത് പോലും പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻആമിന്റെ ആദ്യ ഭാഗമങ്ങ് പാരായണം ചെയ്യുമ്പോ അല്ലാഹുവിന് നോമ്പെടുത്ത് നോമ്പുകാരിയായി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ ആളല്ല, ഒരു ചെറിയ നമ്മളെ പോലെയുള്ള ഒരു പെണ്ണല്ല. മഹദിയായ നഫീസ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ അവിടത്തേക്ക് പെട്ടെന്നെത്തുന്ന മഹദിയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ആ മഹദിയെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നിലക്കുള്ള ഈ മഹദിയെ കുറിച്ച് പഠനം നടത്തിയിട്ട് നമ്മുടെ ജീവിതം ഒന്ന് സംശുദ്ധമാക്കാൻ ഈ പഠന ക്ലാസ് വലിയ കാരണമാകണം. നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദുആ വസിയത്തോട് കൂടെ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മജ്ലിസിലൊക്കെ ഈ ക്ലാസ്സിലൊക്കെ സംബന്ധിച്ച ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ഉണ്ടാകും. നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഉസ്താദ് അവറുകൾ ചില വിഷയങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആനിന്റെ തിരുവചനം കൊണ്ട് ഈ മഹത്തായിരിക്കുന്ന ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.